ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. എത്ര കഴിച്ചാലും മടുപ്പ് വരില്ല. ചോറിനും ചപ്പാത്തിക്കും പൂരിക്കും ഇടിയപ്പത്തിനും ഒക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഒരു അടിപൊളി കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ ഒരു 5 കോഴിമുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. മുട്ട നല്ല പോലെ ഇളക്കിയെടുത്തതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചു. അടുത്തതായിട്ട് ഇതുപോലെ ചെറിയൊരു പാക്കറ്റ് പോപ്കോൺ മേടിച്ചിട്ടുണ്ട്. ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പോപ്കോൺ ഇട്ട് കൊടുക്കാം. ഈ ഒരു ഓയിലിൽ കിടന്ന് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇതുപോലെ വെന്ത് വന്നതിന് ശേഷം നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ്. അതേ പാനിൽ തന്നെ വീണ്ടും കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 സബോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണ്ടുന്ന സബോളയും തക്കാളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. എങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. ഇതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 പച്ചമുളക്, 1 സ്പൂൺ അളവിൽ ഇതുപോലെ ചെറിയ സ്പൂണാണ് 1 സ്പൂൺ അളവിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, മല്ലിയില ഇത്രയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള ചിക്കൻ മസാലയാണ്. അതിൻ്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ കുരുമുളക് പൊടി, 1 സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു 1/2 സ്പൂൺ അളവിൽ പെരിഞ്ജീരകപ്പൊടി. ചിക്കൻ മസാലപ്പൊടി മാത്രമാണ് ഞാനിപ്പോൾ വലിയ സ്പൂൺ അളവിൽ എടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം ചെറിയ സ്പൂണിൻ്റെ അളവിലാണ് കണക്ക് പറയുന്നത്. പിന്നെ ഇതിലേക്ക് 1 നുള്ള് ഗരം മസാലപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന എരിവ് ഓരോരുത്തർക്കും ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇതിന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇതിൻ്റെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറി കിട്ടി നല്ല രീതിയിൽ വെന്ത് വരണം. ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാലേ ഈ ഒരു ഓയിലിൽ കിടന്ന് ഇത് നന്നായിട്ട് വെന്ത് വരുള്ളൂ. ഇത് വെന്ത് വരുമ്പോഴേക്ക് അടുത്ത ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതിനായിട്ട് സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തു. ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് വെള്ളവും അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു കയ്യിൽ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കാണും. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നതോടൊപ്പം ഈ ഒരു ബട്ടർ അലിഞ്ഞു വരും. ആ ഒരു സമയത്ത് ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താലേ നമുക്കിത് കറക്റ്റ് പരുവത്തിന് കിട്ടുള്ളൂ. നേരത്തെ അടിച്ച് പതപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു മുട്ട ഇതുപോലെ ഒരു അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളത്തിൽ അലിഞ്ഞ് ചേരും. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്താണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് വെന്ത് കട്ടയായിട്ട് പോവും. അങ്ങനെ വരാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ തിളച്ച് വന്ന വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തീ കുറച്ചതിന് ശേഷം ഇതുപോലെ ചെയ്തിട്ടെടുക്കുന്നത്. ആ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് ഒരു 30-40 സെക്കൻഡ് നേരം ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പകുതി വേവാവും. ആ സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ഉള്ളി മസാല വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു മുട്ട മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പോപ്കോണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മുട്ടയിലും പോപ്കോണിലും ഇതുപോലെ ആ ഒരു ഉള്ളിയുടെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. നല്ല പോലെ വെന്ത് കിട്ടി. ഇതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിത് റെഡിയായി കിട്ടേണ്ടത്. ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണയിൽ നമുക്ക് കടുകും ഉണക്കമുളകും കറിവേപ്പില ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നമുക്കിതിന് മുകളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ കിട്ടും നമ്മുടെ ഈ ഒരു കൂട്ടിന്. ഇതുപോലെ തയ്യാറാക്കി നമ്മൾ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചപ്പാത്തി, പൂരി, ഇടിയപ്പം ഇങ്ങനെയുള്ള എന്തിൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്നതാണ്. അപ്പം, ദോശ എല്ലാത്തിൻ്റെ കൂടെയും ഇത് ചേരുന്നതാണ്. ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ കൂടെ വേറൊന്നിൻ്റെയും ആവശ്യമില്ല. ഭയങ്കര ടേസ്റ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും.
ഞാനിപ്പോൾ ഇത് നല്ല പോലെ എണ്ണയിൽ മൂത്ത് വന്നതിന് ശേഷം ഇതുപോലെ ആ ഒരു മുട്ട മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. പിന്നെ ഇത് വേവിച്ചെടുക്കണമെന്നില്ല, ഇപ്പോൾ ഇത് വെന്ത് കിടക്കുകയാണ്. ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മൾ മുട്ട ഉണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.